അവർ വന്ന അന്ന് തൊട്ട് തന്നെ വളരെ ബ്രില്യൻ്റായി നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എന്ത് കഴിക്കണം, നാം എന്ത് ധരിക്കണം, നാം എന്ത് പറയണം, നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം, എല്ലാ സ്വാതന്ത്ര്യത്തിലും അവർ കൈ കടത്തുകയാണ്. ഇപ്പോൾ വന്ന CAA അത് അവരുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, നമ്മെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ബ്രില്യൻ്റ് ബ്രെയിൻ വാഷിംഗ് ടെക്നീക്കാണ്. നാം അത് തിരിച്ചറിയണം. കാര്യം ഇത് വരുമ്പോൾ നാം ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? അതുവരെ നാം എല്ലാം ഒറ്റക്കെട്ടാണ്, നാം ഒന്നാണ്, നാം ഇന്ത്യക്കാരാണ് എന്നുള്ള വികാരത്തിൽ നിന്ന് മതത്തിന്റെ പേരിൽ നമ്മൾ വിഭജിച്ച് നിൽക്കാൻ വേണ്ടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലയിൽ അപ്പൊ കയറും, ഓക്കെ ഞങ്ങളൊക്കെ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന്. ആ ട്രിക്കിലും ട്രാപ്പിലും നമ്മൾ വീടില്ല. ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വളരെ അടുത്ത് പരിചയമുണ്ട്. 1977 മുതൽ അദ്ദേഹം അപ്പയുടെ കൂടെ തന്നെയുണ്ട്. ഒരു സന്നദ്ധ സഹചാരിയായിരുന്നു. 32 കൊല്ലം കോട്ടയത്തെ, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെയും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് നീക്കിക്കൊണ്ടിരുന്നത്. അപ്പയുടെ എല്ലാ തെരഞ്ഞെടുപ്പും, നിങ്ങളുടെ MP ആകുന്നതിന് മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നാം കൊടുക്കുന്ന ഭൂരിപക്ഷം, നാം തിരഞ്ഞെടുക്കുന്ന അത്രയും സ്ഥാനാർത്ഥികൾ ഇവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം. കഴിഞ്ഞ വർഷം 19 സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ 20 സീറ്റും കിട്ടണം. കാരണം ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഈ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ ഈ രണ്ടു കൂട്ടരും ആത്മപരിശോധന നടത്തണം. നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കണം. ഇത് മതേതര ഇന്ത്യയാണ്. ഞങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കാതെ ഒറ്റക്കെട്ടായി നിർത്തുകയാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങൾ നന്നായി, നിങ്ങൾ തിരുത്തി, നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ നിങ്ങൾ വേറെ നാട് വിട്ടു പോകാനൊന്നും ഞങ്ങൾ പറയത്തില്ല. ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യക്കാരായ, ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ത്യയിൽ സന്തോഷപൂർവ്വം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ.